ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് പണിക്ക് ആൾ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ദിവസം പണിക്ക് ആൾ കിട്ടിയായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇടയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അത് കാരണം ഞാനിവിടേക്ക് പോന്നിരിക്കുകയാണ്. തീയൊക്കെ പൂട്ടി വെള്ളമൊക്കെ അടപ്പത്ത് വെച്ചു. വെള്ളം തിളച്ചു. ഇപ്പോൾ ചായ എടുക്കാൻ പോവുക. ചായ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അടുപ്പുകൾ പലയിടത്തേക്കും മാറി മാറിയാണ്. ഇപ്പോൾ മഴ പെയ്യണ കാരണം കൂടി പുറത്ത് നനഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ അരികത്ത് ഇത് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കണത് ഒരു തറയായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് മാറ്റിയേക്കുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. പാത്രങ്ങളൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഉള്ള പാത്രത്തിലാണ് ഞാൻ ചായ എടുക്കുന്ന. പാത്രം കാണിച്ചു തരാവേ. ഇന്ന് പണിക്കാർ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു വിളിച്ചു പറഞ്ഞത് ഇന്ന് വരും എന്നുള്ളത്. യാതൊരു വക ഒരുക്കങ്ങളോട് കൂടിയൊന്നുമല്ല വീട്ടിൽ നിന്നും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പാത്രം എടുക്കണം, എന്തെടുക്കണം എന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നു. അപ്പോൾ ഗ്ലാസ്സുകൾ, സ്പൂണുകൾ, കഴിക്കാനുള്ള പ്ലേറ്റുകൾ, അതൊക്കെ കുറച്ച് അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറച്ചൊക്കെ ഇങ്ങോട്ടും പറക്കി കൊണ്ടുവന്നായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോക്കില്ലാത്ത കാരണം കൊണ്ട് അതേക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചില്ലായിരുന്നു. കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും മറ്റു പല സാധനങ്ങളും കൂടി എടുത്ത് വേഗം പോന്നു. അപ്പോൾ ഇപ്പം അത് കാരണം ഇത് ചായപ്പൊടിയും പഞ്ചസാരയും ഒരു ചട്ടിക്കലം തേച്ച് കഴുകി എടുത്ത് അതിനകത്താണ് തിളച്ച വെള്ളം തേപ്പ് ഒഴിക്കുന്നത്. അപ്പോൾ വിറകൊക്കെ ആണെങ്കിൽ പുറത്ത് മഴ നനഞ്ഞ് ജീർണിച്ച് കിടക്കായിരുന്നു. ഒരരികത്ത് 2-3 മഴ നനയാത്തത് കിട്ടിയത് വെച്ചിട്ടാണ് റബ്ബറിൻ്റെ ഒട്ടുപാല് വെച്ച് കത്തിച്ച് അതിൽ വിറക് വെച്ച് പിടിപ്പിച്ച് എടുത്തേക്കണത്. പണിക്കാരനാണെങ്കിൽ പെട്ടെന്ന് വന്ന് കയറിയ ഉടനെ ഒരിത്തിരി കഴിയുമ്പോഴത്തേനും ചായ വേണം. തന്നെയുമല്ല, ആൾ ഇത്തിരി പ്രായമായ ആളുമാണ്. ആളിത്തിരി ദൂരെ നിന്ന് ബസ് കയറി വരുന്നതുമാണ്. അപ്പം അത് നമ്മൾ കണ്ടറിഞ്ഞ് ഞാൻ ആൾ വരുന്നതിന് മുമ്പേ വെള്ളം അടപ്പത്ത് വെച്ചു. അല്ലെങ്കിൽ തീ കത്ത് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ആകെ കഷ്ടത്തിലാവില്ലേ. അത് കാരണം ചെന്ന വഴി തന്നെ ഞാൻ തീ പൂട്ടി വെള്ളം അങ്ങ് അടപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് പിന്നെയാണ് ആൾ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറേ കൂടി വെള്ളം ഒഴിച്ച് ഇട്ടായിരുന്നു. വിറകിങ്ങനെ കത്തുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങേര് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട് ചായ എടുക്കുന്നതാണ്. ഇന്ന് ഇഞ്ചി, മഞ്ഞൾ നടാൻ നേരം ഉണ്ടാകില്ല. ഇഞ്ചി കുറേ ഉണ്ട് നടാനായിട്ട്. അപ്പോൾ കുറച്ച് മുമ്പ് അങ്കിളുടെ പേർക്ക് വാനം മാടി ഇട്ടിരുന്നതാണ്. അപ്പോൾ അവിടെ ഇഞ്ചി നട്ടിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്കും ഇത്തിരിയൊക്കെ പണികളുണ്ട്. അവിടെ കരിയില കണ്ടമാനം കിടപ്പുണ്ട്. ഇപ്പം ഞാൻ നിന്നടൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കിയതാണ്. മുട്ടോളം കരിയിലായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് അപ്പോൾ സമയം കിട്ടിയില്ല. തന്നെയുമല്ല, ആ നേരത്തും ഇതിയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടെയുള്ള ആക്കടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. അത് കാരണം ഞാനതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്കിള് വേറെ ദൂരേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ സെറ്റപ്പാക്കി എടുത്തത് തന്നെ. അതിൽ കുറേ വീഡിയോ ഒക്കെ അത് കട്ടായി പോവുകയും ചെയ്തു. ഈ ചായ എടുക്കുന്ന വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. എങ്ങനെ ഓണാക്കാൻ പറഞ്ഞതോ എന്താണെന്നുള്ളത് അറിയില്ല. പണിക്കാരുടെ വീഡിയോ എടുക്കണ്ടെന്ന് അവർ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചില്ല. ഒക്കെ കണ്ട അവർക്ക് ഇഷ്ടമില്ലാത്ത കാരണം അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ചായ ഉണ്ടാക്കി അങ്കിളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ ഇതും കൊണ്ട് ചെല്ലുമ്പോൾ വല്ല വള്ളിയുമ്പോൾ തട്ടിയും പൊട്ടിയും ഒക്കെ എങ്ങാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്കിള് തന്നെ ചായ മേടിച്ചുകൊണ്ട് പോയി കൊടുത്തു. അപ്പോൾ
അങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. നടാനായിട്ട് പറിച്ചിട്ടിരിക്കുന്നതാണ് വിത്തിഞ്ചി. കുറേ നട്ടു എങ്കിലും ഇനിയും നടാൻ കുറേ ഉണ്ട്. പയർ ഒലത്തിയത്, മോരുണ്ട്, ചമ്മന്തി എടുത്തില്ല അല്ലേ, പച്ചമുളക് കടിച്ച് കൂട്ടിയാണ് രാവിലത്തെ കഞ്ഞി കുടിക്കുന്നതാണ് കേട്ടോ. കൂടെ ഇവിടെ പണിക്കാരും ഉണ്ട്, അവരെ എടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ കാണിക്കാതെ കേട്ടോ. വഴുതനങ്ങ പറിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു വലിപ്പമാണ് വഴുതനങ്ങ, ഉണ്ടാവോ? ഇനിയുണ്ടേ, ഇതൊക്കെ കിടക്കുന്നുണ്ട്, വലുതാണ്. ഇവിടെ ഇത് കണ്ടോ, ഇതൊരു വലിപ്പമാണ്. അപ്പുറയും ഉണ്ട്. പച്ച വഴുതനങ്ങയും ഉണ്ട്. ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചേണ കാരണം കൊണ്ടേ പൊട്ടിക്കണതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഈ വഴുതനങ്ങ അരിഞ്ഞാൽ നല്ല കഷ്ണവും ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് രുചിയും നന്നായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.